സിനിമയുടെ ചരിത്രം ശ്രീനിവാസന് മുൻപും ശ്രീനിവാസന് ശേഷവും എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടേക്കാം. അത്രമേൽ ആഴത്തിലാണ് അദ്ദേഹം മലയാളി മനസ്സിനെയും ചലച്ചിത്ര സംസ്കാരത്തെയും സ്വാധീനിച്ചത്. തന്റെ 69-ാം വയസ്സിൽ ആ മഹാപ്രതിഭ വിടവാങ്ങുമ്പോൾ അതൊരു വ്യക്തിയുടെ മരണം മാത്രമല്ല, മറിച്ചൊരു കാലഘട്ടത്തിന്റെ തന്നെ അന്ത്യമാണ്. ആരോഗ്യ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നെങ്കിലും അദ്ദേഹം എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമാ ലോകം. എന്നാൽ ആ പ്രതീക്ഷകളെ വിഫലമാക്കി അദ്ദേഹം യാത്രയായിരിക്കുന്നു. വിയോഗം തീർത്ത ശൂന്യതയും അന്തിമോപചാരവും ശ്രീനിവാസന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേരളം കണ്ടത് മലയാളിയുടെ സ്നേഹത്തിന്റെ വേലിയേറ്റമാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ പ്രമുഖർ മുതൽ സാധാരണക്കാരായ വീട്ടമ്മമാർ വരെ ആ പച്ച മനുഷ്യനെ യാത്രയയക്കാൻ എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചത് ചടങ്ങിലെ ഗൗരവമേറിയ നിമിഷങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഈ വേർപാടിനിടയിലും ചില സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ നമ്മുടെ കാലത്തെ സങ്കുചിത ചിന്താഗതികളുടെ നേർചിത്രമായി മാറി. മുഖ്യമന്ത്രി എത്തിയ സമയത്ത് മകൻ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ല എന്നതായിരുന്നു ആ വിവാദം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ബഹുമാനിക്കാത്തത് മര്യാദക്കേടാണെന്നും ധ്യാൻ അല്പം കൂടെ പക്വത കാണിക്കണമായിരുന്നുവെന്നും ചിലർ അഭിപ്രായപ്പെടുകയുമുണ്ടായി. എന്നാൽ ഇത്തരം കമന്റുകൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടകളെ ഭൂരിഭാഗം മലയാളികളും തള്ളിക്കളഞ്ഞു. സ്വന്തം പിതാവ് ചേതനയേറ്റ് കിടക്കുമ്പോൾ ചുറ്റും വരുന്നത് ആരായാലും അത് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം തകർന്നുപോയ ഒരു മകനെയാണ് അവിടെ കണ്ടത്. മരണം ഒരു വലിയ ആഘാതമാണ്. അവിടെ പ്രോട്ടോകോളിനേക്കാൾ പ്രാധാന്യം മാനുഷികമായ വികാരങ്ങളാണ്. ധ്യാനിന്റെ മൗനവും നിശ്ചലതയും അച്ഛനോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. ശ്രീനിവാസൻ എന്ന കലാകാരൻ ജനഹൃദയങ്ങളിൽ ഇടം നേടിയത് തന്റെ തമാശകളിലൂടെ മാത്രമായിരുന്നില്ല, മറിച്ച് ആ തമാശകൾക്കുള്ളിലെ മൂർച്ചയുള്ള രാഷ്ട്രീയത്തിലൂടെയും സാമൂഹിക വിമർശനത്തിലൂടെയുമായിരുന്നു. മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന എല്ലാ സൗന്ദര്യ സങ്കല്പങ്ങളെയും അദ്ദേഹം പൊളിച്ചെഴുതി. വെളുത്ത നിറവും സിക്സ് പാക്കുമുള്ള നായകന്മാരുടെ കാലത്ത് ഒരു സാധാരണ കണ്ണൂർക്കാരന്റെ രൂപവും ശൈലിയുമായി അദ്ദേഹം നായകനായി എത്തി. തന്റെ കഥകളിലൂടെ അദ്ദേഹം മലയാളിയുടെ ഇരട്ടത്താപ്പുകളെ പരിഹസിച്ചു. സന്ദേശം എന്ന സിനിമയിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പൊള്ളത്തരങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി. വരവേൽപ്പ്, പ്രവാസി മലയാളിയുടെ ദുരിതങ്ങൾ പറഞ്ഞപ്പോൾ ചിന്താവിഷ്ടിയായ ശ്യാമള കുടുംബ ബന്ധങ്ങളിലെ വൈരുദ്ധ്യങ്ങളെ വരച്ചുകാട്ടി. ഇന്നും മലയാളികൾ ദിവസവും പറയുന്ന പല ഡയലോഗുകളും ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചവയാണ്. അത്രമേൽ പച്ചയായ ജീവിതമാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ പകർത്തിയത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച് നാടകത്തോടുള്ള ഭ്രാന്തമായ അഭിനിവേശം കൊണ്ട് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ ശ്രീനിവാസന്റെ ജീവിതം ഏതൊരു യുവാവിനും പ്രചോദനമാണ്. പ്രതിഭയ്ക്കൊപ്പം കഠിനാധ്വാനം കൂടി ചേർന്നപ്പോഴാണ് അദ്ദേഹം തിരക്കഥാകൃത്തായി സംവിധായകനും നടനുമായി തിളങ്ങിയത്. സിനിമാ രംഗത്തെ പല മാമൂലുകളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. വിഗ്രഹങ്ങളെ ഉടയ്ക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. കടുത്ത വിയോജിപ്പുള്ളവർ പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയെയും സർഗാത്മകതയെയും ആദരിച്ചിരുന്നു. സംഘടനാ രാഷ്ട്രീയവും കപട സദാചാരവും മതപരമായ അന്ധവിശ്വാസങ്ങളും അദ്ദേഹത്തിന്റെ പേനത്തുമ്പിൽ വിറച്ചു. പലപ്പോഴും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായപ്പോഴും തന്റെ നിലപാടുകളിൽ നിന്നും അദ്ദേഹം വ്യതിചലിച്ചില്ല. സത്യം പറയാൻ തമാശ ഒരു കവചമായി അദ്ദേഹം ഉപയോഗിച്ചു. വ്യക്തിപരമായി അദ്ദേഹം എല്ലാവരോടും വളരെ ഹൃദ്യമായ ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത്. ഒരു സാധാരണക്കാരനായി ജീവിക്കാനും സാധാരണ തന്റെ കലയിലൂടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹം എന്നും ശ്രദ്ധിച്ചു. ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്തയോടൊപ്പം വന്ന വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ചില രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. മരണം എന്ന അത്യന്തം വേദനാജനകമായ സാഹചര്യങ്ങളിൽ പോലും മര്യാദയും പ്രോട്ടോകോളും ചർച്ച ചെയ്യുന്നതിലെ വൈരുദ്ധ്യം ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ അടുത്ത സിനിമയിൽ പരിഹാസമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവം മലയാള സിനിമയുടെ ആസ്വാദന തലത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ തർക്കമില്ല. ആ ചിരി ഇനി ആര് നൽകുമെന്ന ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. എങ്കിലും അദ്ദേഹം ബാക്കി വെച്ചു പോയ തിരക്കഥകളും കഥാപാത്രങ്ങളും വരും തലമുറകൾക്കും വഴികാട്ടിയാകും. ദാസനും വിജയനും സ്ക്രീനിൽ തെളിയുമ്പോൾ അക്കരെ അക്കരെ നിൽക്കുന്ന ആ പ്രതിഭയെ മലയാളി ഇന്നും ഓർക്കും. കണ്ണൂരിലെ മണ്ണിൽ നിന്നും ഉയർന്നു വന്ന ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിയ ആ വലിയ മനുഷ്യന് എന്നും പ്രണമിക്കാം. വ്യക്തിപരമായി അദ്ദേഹം നൽകിയ സ്നേഹവും നർമ്മം നിറഞ്ഞ നിമിഷങ്ങളും മനസ്സിൽ മായാതെ നിൽക്കും.